കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞതോടെ സംസ്ഥാനത്തെ കുരുമുളക് കർഷകർ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനം 30% കുറഞ്ഞു. ഇടുക്കിയിലെ കണക്ക് മാത്രം നോക്കിയാൽ 39 കോടി രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. വേനലിന് ശേഷമുണ്ടായ മഴയാണ് തിരിച്ചടിയായത്. കുരുമുളക് കൃഷി ഉപേക്ഷിച്ച് മറ്റ് മാർഗങ്ങൾ തേടുകയാണ് കർഷകർ. കുരുമുളക്, ഏലം തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയാണ് ഇടുക്കി. എന്നാൽ ഈ വിശേഷണത്തിൻ്റെ ഗമയൊന്നും ഇവിടുത്തെ കർഷകർക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇടുക്കിയിലെ കർഷകരെ പ്രധാനമായും ബാധിക്കുന്നത്. ഇത്തവണ സംസ്ഥാനത്തൊട്ടാകെ കാലാവസ്ഥാ വ്യതിയാനം ബാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും കുരുമുളക് കൃഷിയിൽ. കഴിഞ്ഞ വർഷത്തെ വേനൽ കുരുമുളക് കർഷകരെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. ഇടുക്കിയിൽ മാത്രം 4203 പേരുടെ 2100 ഏക്കറിലെ കുരുമുളക് ചെടികളാണ് ഉണങ്ങിയത്. 39 കോടിയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. ഇത്തവണ നല്ല ഉൽപ്പാദനം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ വേനലിന് ശേഷമുണ്ടായ മഴ കർഷകരെ ചതിച്ചു. ആദ്യത്തെ മഴയിലാണ് കുരുമുളക് വള്ളികൾ തളിർക്കുന്നത്. ഇതിനുശേഷം ചെറിയ ഇടവേളകൾ കിട്ടിയെങ്കിൽ മാത്രമേ വള്ളികളിൽ കുരുമുളക് തിരിയിടുകയുള്ളൂ. മഴയ്ക്കുള്ള ഈ ഇടവേള കിട്ടാതെ വന്നതോടെ തിരികളുണ്ടാകുന്നത് ഗണ്യമായി കുറഞ്ഞു. ഇതാണ് ഉൽപ്പാദനം കുറയാൻ പ്രധാന കാരണമായത്. വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തേതിൻ്റെ 2/3 മാത്രമാണ് കിട്ടിയത്. വിലയിൽ ഇത്തവണ കാര്യമായ വർധനവുണ്ടായി. കിലോയ്ക്ക് 700 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ വില. എന്നാൽ ഉൽപ്പാദനം കുത്തനെ ഇടിഞ്ഞതിനാൽ കർഷകർക്ക് പ്രയോജനമില്ലാതായി. കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ട്. അടുത്ത കാലാവസ്ഥ വളരെ മോശമായ കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. അതിൻ്റെ ദോഷം മണ്ണിലുണ്ട്. അതുപോലെ കീടനാശിനികളുടെയും കീടങ്ങളുടെയും ഒക്കെ നിരന്തരമായ ശല്യവും അതിനെ പ്രതിരോധിക്കാൻ കർഷകന് സാധിക്കാത്ത അവസ്ഥയിലുമാണ്. അതിനെല്ലാം പ്രതിരോധിക്കാനും അവനവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വരുമാനം ഇന്ന് കൃഷിക്കാരന് ലഭിക്കുന്നില്ല. അതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശാശ്വതമായ പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അവരെന്തെങ്കിലും സഹായങ്ങളും അങ്ങനെ എന്തെങ്കിലും ധനസഹായം ലഭിച്ചെങ്കിൽ മാത്രമേ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. കുരുമുളക് കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തീർണത്തിലും സംസ്ഥാനത്ത് വലിയ കുറവുണ്ടായിട്ടുണ്ട്. 2014 85,431 ഹെക്ടർ സ്ഥലത്ത് കുരുമുളക് കൃഷിയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇത് 72,600 ഹെക്ടറായി കുറഞ്ഞു. പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതും കുരുമുളക് കൃഷിയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കൂടുതൽ വിലയും വിളയും ലഭിക്കുന്ന കൃഷിയിലേക്ക് മടങ്ങാനാണ് കർഷകരുടെ ഇപ്പോഴത്തെ തീരുമാനം. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.